കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ്. 1600-ലധികം രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ പോലീസിന് പുറമെ ഇഡിയും പിടിമുറുക്കുകയാണ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറിച്ചിന്റെ ഉടമയുടെ ഓഫീസിലും വീട്ടിലും ഇഡി റെയ്ഡ് നടത്തി. 100 കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലായിരുന്നു റെയ്ഡ്. റെയ്ഡിന് തൊട്ടു മുൻപാണ് കമ്പനി MD KD പ്രതാപനും ഭാര്യയും കടന്നു കളഞ്ഞതെന്നാണ് വിവരം. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് 1630 കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടടക്കം നടത്തുന്ന അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. കമ്പനി MD KD പ്രതാപന്റെ ഓഫീസിലും വീട്ടിലുമാണ് ഇഡി റെയ്ഡ് നടത്തിയത്. നിരവധി രേഖകൾ പിടിച്ചെടുത്തെന്നാണ് സൂചന. വീട്ടിലെ ഇഡി റെയ്ഡിന് തൊട്ടുമുൻപ് KD പ്രതാപൻ, ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീന പ്രതാപൻ, ഡ്രൈവർ ശരൺ എന്നിവർ ജീപ്പിൽ കടന്നുകളഞ്ഞു. റെയ്ഡ് വിവരം ഇവർക്ക് ചോർന്നു കിട്ടിയതായാണ് സംശയം. ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഹൈറിച്ച് കമ്പനി 100 കോടി രൂപയോളം ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലായിരുന്നു ഇഡിയുടെ പരിശോധന. വടക്കാഞ്ചേരി മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരെയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത്. സ്ഥാപനം 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ GST വകുപ്പും കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ.